ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. വിശാല ഗൂഢാലോചന നടന്നുവെന്നാണ് SIT ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള സംഘടിത കുറ്റകൃത്യമെന്നും SIT അറിയിക്കുന്നു. മറ്റ് സ്വർണ്ണപ്പാളികളിലെ സ്വർണം തട്ടിയെടുക്കാനും പ്രതികൾ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധനൻ, പങ്കജ് ഭണ്ഡാരി ഇവരാണ് ഈ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയത് എന്നാണ് SIT അറിയിക്കുന്നത്. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്താണ് SITയുടെ വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അത് ഗൂഢാലോചന നടത്തിയത് ഈ 3 പേരാണ്. അതിനാരൊക്കെ സഹായിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി SIT വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും സംഘടിതമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. കൂടുതൽ സ്വർണ്ണപ്പാളികൾ തട്ടാനുള്ള പദ്ധതിയും ഇട്ടിരുന്നു. അത് പാളിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിലൂടെ, ചോദ്യം ചെയ്യലിലൂടെ ഈ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ 3 പേരുടെ അറസ്റ്റിലൂടെ, 2 പേരുടെ അറസ്റ്റിലൂടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെയും SITക്ക് വ്യക്തമായിരിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ തെളിവുകളും ഒരുപക്ഷെ എങ്ങനെ അതിലേക്ക് എത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ടായിരിക്കുന്നത് ഗൂഢാലോചനയാണ് എന്ന് SIT ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു. അതൊരു സംഘടിത കുറ്റകൃത്യമാണെന്നുമാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് സ്വർണ്ണപ്പാളികളിലെ സ്വർണം കൂടി തട്ടിയെടുക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരുന്നത് ഉൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് SIT ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, ഗൂഢാലോചന നേരത്തെ തുടക്കം മുതൽ തന്നെ ഈ കേസിൽ സംശയിച്ചിരുന്നതാണ്. അത് ആര് നടത്തി എന്നതിലേക്ക് SIT എത്തിയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയെ SIT അറിയിച്ചിരിക്കുന്നത്? ധന്യ, ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാഗ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ടായി SIT നൽകിയിരിക്കുന്ന ഒബ്ജക്ഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് ശബരിമലയിൽ വിശാലമായ ഒരു ഗൂഢാലോചന, അവിടുത്തെ സ്വർണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി ബാംഗ്ലൂരിൽ വെച്ചുള്ള ഒരു ചർച്ച ഉൾപ്പെടെ ഉള്ള ഒരു വിശാലമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതാണ് SIT ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് അറിയിക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും കാമ്പ് എന്ന് പറയുന്നത്. വളരെ കോറായിട്ടുള്ള ഒരു SITയുടെ കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതാണ്. അതിനകത്ത് ഈ ഗോവർദ്ധൻ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. തന്നെ ഒരു വ്യവസായിയായ, ഒരു വ്യാപാരിയായ, ശബരിമലയിൽ വർഷങ്ങളായി നിരവധി തവണ നിരവധി ഭക്തിമാർഗയും അല്ലാതെയും ശബരിമലയോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും നിരവധി തവണ കുറെ അധികം ഓഫറുകൾ ശബരിമലയ്ക്ക് വേണ്ടി താൻ തയ്യാറാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ പണം കൊടുത്ത് വാങ്ങിയ സ്വർണം അത് മോഷണ വസ്തുവാണ് എന്ന് പറഞ്ഞാണ് തന്നെ 10ാം പ്രതിയാക്കിയിരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. SITയുടെ നടപടി ശരിയല്ല. തന്നെ ജയിലിൽ പാർപ്പിച്ചത് ശരിയല്ല. തന്നെ ചോദ്യം ചെയ്തത്, അറസ്റ്റ് ചെയ്തത്, ജയിലിലേക്ക് അടച്ചത് ശരിയല്ല എന്ന പ്രധാനപ്പെട്ട വാദങ്ങളാണ് ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധൻ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. അതിനെ എതിർത്തുകൊണ്ടാണ് SITയുടെ ഈ ഒരു റിപ്പോർട്ട്, ഒബ്ജക്ഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനും ഉൾപ്പെടെയുള്ള ആളുകൾ ബാംഗ്ലൂരിൽ വെച്ച് വിശാലമായ ഒരു ഗൂഢാലോചന നടത്തി. അത് ഇപ്പോൾ മോഷ്ടിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, ശബരിമലയിൽ ഇതിനകം തന്നെ വന്നിട്ടുള്ള നിരവധി സ്ഥലങ്ങളിലുള്ള സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി ഒരു വിശാലമായ ഗൂഢാലോചന ഇത്തരം ആളുകൾ ചേർന്ന് ബാംഗ്ലൂരിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. അതിന്റെ CDR ഉൾപ്പെടെയുള്ള രേഖകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട്. അവർ ഒരുമിച്ചിരുന്ന സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ ആ സ്ഥലത്ത്, ആ ലൊക്കേഷനിൽ എല്ലാവരും ഒരുമിച്ചുള്ളതായുള്ള വിവരങ്ങൾ എന്നിവ ഉൾപ്പെടെ SITയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അരങ്ങേറിയ വിശാലമായ ഗൂഢാലോചനയെ പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടി ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത് നിയമാനുസൃതമാണ്. ഒരു കാരണവശാലും പ്രതികൾക്ക് ജാമ്യം നൽകരുത്. ഇതാണ് SIT ആകെ ആവശ്യപ്പെടുന്നത്. അതിൽ കുറെ കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. CDR പരിശോധനയിൽ അവർ ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ വ്യക്തമായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും നാഗ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ക്രിമിനൽ ഗൂഢാലോചന നടത്തി അങ്ങനെയാണ് ഈ സ്വർണം തട്ടിയെടുക്കാനുള്ള ഒരു വിശാല പദ്ധതി ആവിഷ്കരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതിയിൽ പറയുന്നത്. തന്നെ അതായത് ഇതിനൊരു അന്തർ സംസ്ഥാന ഇല്ലെങ്കിൽ ഇന്റർനാഷണൽ കള്ളക്കടത്തുമായി ബന്ധമുണ്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതി തന്നെ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഈ അടുത്ത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോടതി ഇതിൽ പറഞ്ഞിരുന്നത് രേഖകൾ, സുപ്രധാനമായിട്ടുള്ള രേഖകൾ അത് ചില വ്യക്തികൾ മറച്ചുവെച്ചിട്ടുണ്ട്, അതുകൂടി കണ്ടെത്തുക എന്നുള്ള കാര്യമാണ്. ഇനി അതിലേക്ക് ഈ ഗൂഢാലോചന നടത്തിയത് ഇവർ 3 പേർ എന്ന് പറയുമ്പോൾ അതിന് സഹായിച്ച ആളുകൾ, ഗൂഢാലോചന ആർക്കൊക്കെ അറിയാമായിരുന്നു, ഇതിൽ അന്ന് വകുപ്പിനുണ്ടായിരുന്ന ബന്ധം, ഇതിലേക്കെല്ലാമാണോ SIT കടക്കുന്നത്? ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടതുപോലെ സംഘത്തെ വിപുലീകരിക്കാനുള്ള സാധ്യത, ഇനിയുള്ള അന്വേഷണങ്ങൾ എങ്ങനെയായിരിക്കും? തന്നെ സൂചിപ്പിച്ചതുപോലെ രേഖകൾ മറച്ചുവെക്കാൻ ചില ബോധപൂർവ്വ ശ്രമങ്ങൾ ചില ഭാഗത്തുനിന്നുണ്ടായി. എന്നുള്ളത് ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മറികടന്നുണ്ട് SIT സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയിട്ട് പോലും ഈ രേഖകൾ കണ്ടെടുക്കുന്നതിന് വേണ്ടി, മറച്ചുവെച്ച രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടി SIT
തീവ്രമായ ഒരു യത്നം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലപ്രാപ്തിയാണ് നിലവിലുള്ള അന്വേഷണം. ആ അന്വേഷണത്തിൽ കോടതി സംതൃപ്തി രേഖപ്പെടുത്തുന്നെന്നാണ് ഇന്നലെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. ഇന്നിപ്പോൾ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അത് സിംഗിൾ ബെഞ്ചിലാണ് ആ ജാമ്യാപേക്ഷ വരുന്നത്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടിലാണ് വിശാലമായ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത്. മാത്രമല്ല, നോക്കൂ, ഈ നാഗാ ഗോവർദ്ധന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധി ഓഫറുകൾ അല്ലെങ്കിൽ നിരവധി കാണിക്കയായി ശബരിമലയ്ക്ക് നിരവധിയായ സ്വർണവും പണവും ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും കവർച്ചയ്ക്ക് പകരമല്ല എന്ന് കൃത്യമായി തന്നെ SIT പറയുന്നുണ്ട്. അതിനർത്ഥം ഈ നൽകിയ സ്വർണവും പണവും അല്ലെങ്കിൽ ഭക്തിമാർഗം നൽകിയ നിരവധി ഓഫറിങ്സ് അതൊക്കെ അവിടെ നിലനിൽക്കെ തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് തിരികെ ബാക്കിയുള്ള സ്വർണം ലഭിക്കുമ്പോൾ അത് വാങ്ങാനും ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് കസ്റ്റഡിയിൽ വെടിക്കാനും ഒക്കെ ചില ബോധപൂർവമായ, അതായത് നേരത്തെ തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായി ചില ശ്രമങ്ങൾ കോടതി ഈ മൂന്നാളുകളും ചേർന്ന് നടത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭക്തിമാർഗം മുഖേന നൽകിയ ഏതെങ്കിലും തരത്തിലുള്ള ഓഫറിങ്സ് ചുവട് പിടിച്ചുകൊണ്ട് തന്റെ ക്രിമിനൽ ഗൂഢാലോചനയെ, ഈ മോഷണത്തെ സാധൂകരിക്കുന്ന തരത്തിൽ ഒരു ക്ലെയിമും കോടതി അംഗീകരിക്കരുത് എന്നാണ് ആകത്തുക SIT പറഞ്ഞു വരുന്നത്. മാത്രമല്ല, രണ്ട് കാര്യങ്ങളാണ്. അദ്ദേഹം ചിലവഴിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം ചിലവാക്കിയത് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ്. അതിന് അദ്ദേഹത്തിന്റെ രേഖകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അത് വേറെ തന്നെ സംഭവമാണ്. അദ്ദേഹം നൽകിയ ഓഫറിങ്സ്, ഭക്തി മാർഗം നൽകിയ ചില പണം, സ്വർണം, അത് വേറെ തന്നെ കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് അതിന് പുറത്ത് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്. രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ നിന്ന് സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ CDR ഉൾപ്പെടെയുള്ള ഫോൺ രേഖകളുണ്ട്, പണം നൽകി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തെളിവുകൾ വളരെ സ്ട്രോങ് ആണ്. ആ തെളിവുകളുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ പ്രതിയാക്കി കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് രണ്ടും കൂട്ടിക്കുഴച്ചുകൊണ്ട് ഈ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. ആ ഗുരുതര വീഴ്ചയുടെ പരമ്പരകൾ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത മിനിറ്റ്സ് രേഖകൾ ഉൾപ്പെടെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വളരെ കൃത്യമായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നാഗാ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഇവർ മൂന്നും സംസ്ഥാനത്തിന് പുറത്ത് ബാംഗ്ലൂരിൽ ഇരുന്നു കൊണ്ട് ഒരു വിശാല ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചനയുടെ ഭാഗമായി ഇപ്പോഴുള്ള സ്വർണം ഓൾറെഡി മോഷ്ടിക്കപ്പെട്ടു. ഇതിനു പുറമെ കുറെ കൂടി സ്വർണം മോഷ്ടിക്കാനുള്ള ചില പദ്ധതികൾ കൂടി ഇവർ ആവിഷ്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായ പങ്കുള്ള ഒരാളെ തന്നെയാണ് SIT ഇതിനകം തന്നെ പിടിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നുകൂടി SIT കോടതിയിൽ പറഞ്ഞു വെക്കുന്നു. ധന്യ. ശരി മുസ്തഫ.